ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗം നേരത്തെ ഈ അലോപ്പതി വരുന്നതിന് മുമ്പ്, അലോപ്പതി അല്ല, ഈ കുറച്ച് നാളുകളെ ആയാളൂ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തെ പറ്റി കൂടുതൽ ഭയവും പേടിയൊക്കെ വന്നത്. കാരണം അതിന് മുമ്പിട്ട് ഇതിനെ വിദ്രതി, അർബുദം, കവിളുവാർപ്പ്, മുഴ, അനീമിയ ഇങ്ങനെയുള്ള ചെറിയ നിസാര രോഗങ്ങളിൽ പെടുത്തിയായിരുന്നു പണ്ടുള്ളവര് ഈ രോഗത്തെ ചികിത്സിച്ചിരുന്നത്. അതിന് മോഡേൺ പാശ്ചാത്യൻ കൊടുത്ത പേരാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ വെറും ഞണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു അർത്ഥം. ഞണ്ട് പിടിക്കുന്ന പോലെ പിടിച്ചു കഴിഞ്ഞാൽ അതും കൊണ്ടേ അവ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ചാത്തേ പോവുള്ളൂ എന്നർത്ഥം. അതിനു വേണ്ടിയിട്ട് മോഡേൺ സയൻസിന്റെ പേരാണ് ക്യാൻസർ. അങ്ങനെ ഒരു രോഗം ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടുണ്ടെന്നോ അതിന് മരുന്നുണ്ടെന്നോ ഇന്ന് വരെ ആർക്കും അറിയാതെ അവ്യക്തമായി കിടക്കുന്ന ഒരു സാധനമാണ് ഈ ക്യാൻസർ. രണ്ട്, മോഡേൺ സയൻസിൽ ഇന്ന് വരെ ഒരു വ്യക്തമായൊരു തീരുമാനമില്ല. ആദ്യം പറഞ്ഞു കോശങ്ങളുടെ അഴുകലാണെന്ന് പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അടുത്ത സയന്റിസ്റ്റ് പറഞ്ഞു അല്ല, കോശങ്ങളുടെ അമിത വളർച്ചയാണെന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞ് 2009 നോബൽ പുരസ്കാരം കിട്ടിയ 3 സയന്റിസ്റ്റുകൾ അമേരിക്കയിൽ പറഞ്ഞത് ക്യാൻസർ എന്ന് പറയുന്നത് കോശങ്ങളുടെ അമിത വാർദ്ധക്യമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രദീപ് ചലിയർ എന്ന് പറയുന്ന ഓങ്കോളജിസ്റ്റും 2 ക്യാൻസറിന്റെ PhD എടുത്ത പ്രദീപ് ചലിയർ കൊടുങ്ങല്ലൂർക്കാരൻ പറയുന്നത് അവരുടെ ആശുപത്രി ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചത് ലോകത്തിലെ 2ാമത്തെ ആശുപത്രി MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്റർ കഴിഞ്ഞാൽ അടുത്ത 2ാമത്തെ ആശുപത്രിയിൽ കണ്ടുപിടിച്ചത് കീമോ ചെയ്തതിന് ശേഷം മാത്രമേ ക്യാൻസർ ഉണ്ടാവുള്ളൂ. കീമോയ്ക്ക് മുമ്പിട്ടുള്ളത് ക്യാൻസർ അല്ല എന്ന് പറഞ്ഞാൽ കീമോ ചെയ്തതിന് ശേഷമാണ് ഉള്ള ഇമ്മ്യൂണിറ്റി പവർ മൊത്തം നശിച്ച് അവൻ നശിച്ചു പോകുന്നതെന്നാണ് അവരിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ ഒരു വ്യക്തമായൊരു ഫിഗർ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ. എന്റെ പേര് പ്രദീപ് ചള്ളിയിൽ, കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. വളർന്നതെല്ലാം തമിഴ്നാട്ടിലും. മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ക്യാൻസർ ബയോളജിയിൽ PhD എടുത്തു. അതിനുശേഷം റോസ്വെൽ പാർക്ക് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ന്യൂയോർക്ക് ബഫലോയിലുള്ള ആദ്യത്തെ ക്യാൻസർ ഹോസ്പിറ്റലിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയിട്ട് 2 വർഷം ജോലി ചെയ്തു. ഞാൻ വർക്ക് ചെയ്തിരുന്നത് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് 3 മാസം 4 മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരുന്ന പീഡിയാട്രിക് ലുക്കീമിയ, അതിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഗവേഷണവും അതിന് കൊടുക്കുന്ന കീമോതെറാപ്പി മരുന്നത് ഈ രോഗികൾക്ക്, ഈ കൊച്ചു കുട്ടികൾക്ക് ക്യാൻസർ ഉണ്ടായതിനു ശേഷം കീമോതെറാപ്പി കൊടുത്ത് 1 വർഷം കഴിഞ്ഞ് വീണ്ടും അവർക്ക് ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് 1997 ആയിരുന്നു. ആ സമയത്ത് എന്തായിരുന്നു ധാരണയെങ്കിൽ എല്ലാ ഡോക്ടർമാർക്കും ആ പഴയ ക്യാൻസർ തിരിച്ചു വരുന്നതായിട്ടാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ലാബിൽ, ഞാൻ ജോലി ചെയ്തിരുന്ന ആ ലാബിൽ ഞങ്ങളുടെ കണ്ടുപിടുത്തം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, അത് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്, 2ാമത് വരുന്ന ക്യാൻസർ, അതിന്റെ കാരണം ഈ കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി ലുക്കീമിയ. അച്ഛാ, ഈ മരുന്നുകൊണ്ട്, ഈ വിഷാംശമുള്ള മരുന്നുകൾ കൊടുത്തതുകൊണ്ട് പിന്നെയും വരുന്ന ക്യാൻസർ അതിന്റെ സൈഡ് എഫക്ട് കൊണ്ട് വീണ്ടും വരുന്നതാണ്, അല്ലാണ്ട് പഴയ ക്യാൻസർ തിരിച്ചു വരുന്നതല്ല എന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെ ഈ കൊച്ചു കുട്ടികൾക്ക് ഈ ക്യാൻസർ എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഗർഭകാലത്തിൽ അമ്മമാര് കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം വിഷാംശങ്ങൾ നിറഞ്ഞതായിരുന്നു. തീർച്ചയായിട്ടും കുട്ടീനെ അത് ബാധിക്കും. ഇത് ഇപ്പോൾ ഒരുപാട് റിസർച്ചുകൾ വരുന്നുണ്ട്. എൻ്റെ പേര് അജിത് നായർ. വൈദ്യര് പറഞ്ഞ പോലെ ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു ക്യാൻസർ സെന്ററിൽ നിന്നാണ് വരുന്നത്. MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. ലോകത്ത് വെച്ചിട്ട് നമ്പർ 1 ഹോസ്പിറ്റലാണ് MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്റർ. അവിടെ സ്ട്രാറ്റജിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റല് അടുത്ത വർഷം എന്ത് ചെയ്യണം, അടുത്ത 5 വർഷം എന്ത് ചെയ്യണം, ഏതൊക്കെ രാജ്യങ്ങളിലാണ് പോകേണ്ടത്, ഏതൊക്കെ പുതിയ മരുന്നുകളിലോട്ടാണ് നമ്മൾ മാറേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ചികിത്സാ രീതികൾ മാറ്റേണ്ടത്, അതിനെപ്പറ്റിയുള്ള ഒരു ഗവേഷണം, പഠനം, ആ ഒരു മേഖലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ വൈദ്യരെ പരിചയപ്പെടുന്നത് ഇന്റർനെറ്റിൽ കൂടെയാണ്. അദ്ദേഹത്തിന്റെ കുറെ വീഡിയോസ്, എത്ര പേര് അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്? വളരെ കുറച്ച് ആൾക്കാരെ പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ പറയും, നിങ്ങൾക്കൊരു അവസരം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണണം. ആ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഇങ്ങോട്ട് വരാനുള്ളൊരു ശ്രമം നടത്തുകയും എൻ്റെ വൈഫിൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ളൊരു ശ്രമം നടത്തിയത്.
അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് കുറെ പേഷ്യൻസുമായിട്ട് സംസാരിക്കാൻ പറ്റി. അതിൽ നിന്നുള്ള ഒരു കണ്ടൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അമേരിക്ക എന്ന് പറയുമ്പോൾ ലോകത്തിലെ നമ്പർ 1 രാഷ്ട്രമാണ്. അതിന് നമുക്ക് യാതൊരു സംശയമില്ലല്ലോ. ആ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്റർ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന ഗവേഷണമാണ് ക്യാൻസർ മേഖലയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗവേഷണവും ബാക്കി എല്ലാ ലോകങ്ങളിലുള്ള ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നടക്കുന്ന ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ്. ഒന്ന് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ, ക്യാൻസർ ബാധിച്ച അവയവത്തിനെ മുറിച്ച് മാറ്റുക. 2 കീമോതെറാപ്പി, ബ്ലഡിൽ കൂടെ റേഡിയോ ആക്റ്റീവ് റേഡിയേഷനുള്ള മരുന്ന് ബ്ലഡിൽ കൂടെ കലർത്തി അത് ക്യാൻസർ ബാധിച്ച അവയവങ്ങളിൽ പോയി അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കീമോതെറാപ്പി. 3 റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുന്നത് ഹൈ എനർജി ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീം ക്യാൻസർ ബാധിച്ച അവയവങ്ങളിൽ പോയിട്ട് അവിടെ ആ ക്യാൻസർ സെല്ലിനെ കൊല്ലുക എന്നുള്ളതാണ് റേഡിയേഷൻ. ഇപ്പോഴത്തെ പുതിയൊരു കണ്ടുപിടുത്തമാണ് ഇഞ്ചക്ഷന് പകരം കീമോതെറാപ്പി ഗുളികയായിട്ട് കൊടുക്കാൻ പറ്റും. ഇതെല്ലാത്തിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാൻസർ ബാധിച്ച സെൽസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ക്യാൻസർ ബാധിച്ച സെൽസിനെ തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നത് ഇന്നും ഒരു യാഥാർത്ഥ്യമല്ല. അങ്ങനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ബാക്കിയുള്ള കുറെ ജീവിച്ചിരിക്കുന്ന സെൽസ് ചത്തുപോകും. അങ്ങനെ ബാക്കിയുള്ള സെൽസ് പോകുമ്പോൾ ഒരു മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗങ്ങളെ ചെറുത്ത് നിർത്താൻ പറ്റുന്ന ആ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. മിക്കവാറും കേസുകളിൽ മരണം സംഭവിക്കുന്നത് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു കഴിയുമ്പോൾ രോഗി ശോഷിക്കുകയും ബാക്കിയുള്ള നമ്മുടെ രോഗാണുക്കളിൽ നിന്നും ഒരു രക്ഷ നേടാൻ പറ്റാതെ വരികയും ന്യൂമോണിയ, ചെസ്റ്റ് പെയിൻ, അതുപോലെ ലിവർ ഡിസീസസ്, അതുപോലുള്ള രോഗങ്ങൾ, കിഡ്നി ഫെയിലിയർ, അങ്ങനെയുള്ള രോഗങ്ങൾ വന്നിട്ടാണ് രോഗി മരിക്കുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോലും സർവൈവൽ റേറ്റ് അവർ കണക്കാക്കും. എത്ര രോഗികൾ 1 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നു, 5 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നു, 10 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നു ഉള്ള കണക്ക് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഹോസ്പിറ്റല് 60 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഇത് മാത്രമല്ല നോക്കുന്നത്, നമുക്ക് വലിയൊരു റിസർച്ച് ഡിവിഷനുണ്ട്. അവര് മരുന്നും അതിനോടൊപ്പം തന്നെ പല വേറെ ചികിത്സാ രീതികളും നോക്കുകയാണ്. ഇന്ന് നമുക്കുള്ള അസുഖം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എത്ര പേർക്ക് അറിയാം അവരവർക്കുള്ള അസുഖം എന്താണെന്നുള്ളത്? അതിന്റെ ഒരു ഡീറ്റെയിൽസ് എത്ര പേർക്ക് അറിയാൻ ഇരിക്കുന്നത്? അറിയില്ല. അപ്പൊ ആദ്യം അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിലുള്ള അസുഖം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ് നമുക്കൊരു തലക്കുറി, ഒരു വിധി എഴുതി നമ്മുടെ കയ്യിൽ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്യാൻസർ ആണോ അല്ലേന്ന് പോലും നമുക്കറിയില്ല. ഇത് ഇവിടെ മാത്രം നടക്കുന്നതല്ല, ലോകം മൊത്തം നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഇന്നത്തെ അലോപ്പതി ബിസിനസ്സിൽ ഏറ്റവും എളുപ്പം ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നതും വളരാൻ പറ്റുന്ന ഒരു ബിസിനസ് മേഖലയാണ്. കാരണം ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു രോഗിയെ നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ് പേര് കൊടുത്ത് വിടാൻ പറ്റുന്നതാണ്. ഇതിന് പാത്തോളജി, നമ്മുടെ സെല്ല് പഠിച്ചിട്ട് ഒരു റിസൾട്ട് ആണ് നമുക്ക് തരേണ്ടത്. പല സ്ഥലത്തും ഇത് അതുപോലെ നടക്കുന്നില്ല. ഇത് വലിയ ലാബുകളിലാണ് നടക്കുന്നത്. എത്രയോ കേസുകൾ മിസ് ഡയഗ്നോസ് ചെയ്ത് അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് അവരുടെ ലങ്സ് റിമൂവ് ചെയ്ത് അവർക്ക് കീമോതെറാപ്പി കൊടുത്തിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറയുന്ന അവർക്ക് ക്യാൻസർ ഇല്ല, എന്നിട്ട് അവർ കോടതിയിൽ പോയി വഴക്കുണ്ടാക്കി തിരിച്ച് നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻസർ എന്ന് പറയുന്നത് വൈദ്യരുടെ ഭാഷയിൽ ഒരു രോഗം പോലും ആണെന്ന് വൈദ്യർ പറയുന്നില്ല. അപ്പൊ ഇതൊന്നും കേട്ട് നമ്മൾ വേറൊരു വ്യക്തി, വേറൊരു ഡോക്ടർ, അയാൾ എന്തൊക്കെ പഠിച്ചാലും അത് അയാളുടെ ലേബല് നമുക്ക് കൊടുക്കുന്നത്, നമ്മൾ അത് കേട്ട് അതിന്റെ പുറകിൽ പോകണമെന്നില്ല. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ശരീരം എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ അസുഖങ്ങളെല്ലാം ചെറുത്ത് നിർത്താനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ
ഈ കീമോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നും എല്ലാവർക്കും അവ്യക്തമാണ്. ഒരു കാട്ടില് ഒരു എലി കയറിയാൽ ആ എലിയെ പിടിക്കാൻ എലിയെ കണ്ടില്ല, എവിടാണ് എലി ഇരിക്കുന്നത് അറിഞ്ഞുകൂടാതെ വന്നപ്പോ ആ കാട് തീയിട്ടാല് അതിന്റെ കൂട്ടത്തിൽ എലിയും ചാവും. അതാണ് കീമോയുടെ ഡെഫിനിഷൻ. കാരണം ഒരു മുഴ ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ളൊരു മുഴ അത് ചെറുതാക്കാൻ ഈ കടത്തിവിടുന്ന കെമിക്കല്, ആ കെമിക്കലിനെ പറ്റിയാണ് ആർക്കും അറിയാത്തത്. ആ കെമിക്കൽ തറയിൽ വീണാൽ ആ തറ കരിഞ്ഞു പോവും. നിങ്ങൾ കീമോ ചെയ്ത ആൾക്കാരെ നോക്കുക, അവരുടെ ആ ഞരമ്പിനകത്തൂടെ കരിഞ്ഞു കയറി പോകുന്നത് കാണാം. അതൊരു ശകലം ലീക്കായാൽ അത്രയും സ്ഥലത്തെ സെല്ലുകൾ കരിഞ്ഞു പോകുന്നത് കാണാം. ഇത് ശരീരത്തിൽ കയറിയ 3 ദിവസത്തേക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല. അത്രയും കോശത്തെ നശിപ്പിച്ച് നാരായണക്കല്ലിട്ടിട്ട് എന്നിട്ട് നമുക്ക് ശരീരം, മനസ്സ് ആ കോശങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കീമോ ചെയ്തതിന് ശേഷം വിശപ്പുണ്ടാവില്ല, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, വായു കയ്പ് എല്ലാം ഉണ്ടാവും. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ കീമോ ചെയ്യുന്നത് വെറും ഒരു പാലിറ്റീവ് കെയർ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞ് സമ്മതം എഴുതി മേടിക്കുന്നുണ്ട്. ഇത് രോഗം ചികിത്സിച്ചു ഭേദമാക്കാനല്ല, ഇത് വെറും ഒരു സാന്ത്വനം മാത്രമാണെന്ന്. രണ്ടാമത്, ഈ കീമോ ചെയ്യുമ്പോൾ ഫസ്റ്റ് പോകുന്നത് കരളാണ്, 2 ഹാർട്ട്, 3 ലിവർ, കിഡ്നി, 4 സകല നാഡീഞരമ്പുകളും ലങ്സും എല്ലാ അവയവങ്ങളും 36 സൈഡ് എഫക്റ്റുകൾ ഉണ്ടെന്നും അത് ഈ 36 സൈഡ് എഫക്റ്റും വരുന്ന രോഗിയെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന നിയമമുണ്ട് ഇവിടെ. അവന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവന് ഇഷ്ടമോ അവന്റെ ബന്ധുക്കൾക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ താൽക്കാലിക ശമനത്തിനായി വേദന കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് കീമോ ചെയ്യുന്നതെന്ന് അവന്റെ കയ്യിൽ നിന്ന് എഴുതിയും മേടിക്കുന്നുണ്ട്. അതോടൊപ്പം ചില ആൾക്കാർ കീമോ ചെയ്തതിനു ശേഷം കുറച്ചു ദിവസം കഴിയുമ്പോൾ മരിച്ചു പോന്നു. എന്നിട്ടും ആരും ഇതിനെപ്പറ്റി തിരക്കാനോ ആരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ ഒന്നും ധൈര്യം കാണിക്കുന്നില്ല. എല്ലാവരുടെയും ധാരണ കീമോ ചെയ്താൽ രോഗം മാറുമെന്നാണ്. ഏതെങ്കിലും ഒരു ഡോക്ടർ പറയട്ടെ കീമോ ചെയ്താൽ രോഗം മാറുമെന്ന്. MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്ററിൽ ഒരു ഡയറക്ടർ ഇവിടെ വന്ന് അയാളുടെ ഭാര്യയും കൊണ്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ എനിക്കൊരു 10 മിനിറ്റ് അടുത്ത് ഇന്റർവ്യൂ തന്നു. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞങ്ങൾ ഈ രോഗം ആദ്യമേ പരിശോധിക്കും, അത് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കീമോയും റേഡിയേഷനും ചെയ്യും. പക്ഷേ കീമോ റേഡിയേഷൻ ചെയ്യുന്നത് രോഗം മാറ്റാനല്ല, അയാൾ കൃത്യമായി പറയുന്നുണ്ട്. അത് കണ്ട് മാറിയില്ലെങ്കിൽ പിന്നെ റിസർച്ചിലോട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്തി രക്ഷപ്പെട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നുവരെ ലോകത്ത് ആർക്കും വ്യക്തമായൊരു ധാരണ ക്യാൻസറിനെ പറ്റി ഇല്ല. ഇനി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനില്ലാത്ത കോശങ്ങളെ അല്ലെങ്കിൽ ക്യാൻസർ പിടിച്ച കോശങ്ങളെ, അത്രയും കോശങ്ങളെ അടുത്തുള്ള കോശങ്ങളും കൂടെ കരിച്ച് ലൈറ്റ് അടിക്കുക. ഒരു ലൈറ്റാണത്. ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എക്സ്റേ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു 400 മടങ്ങ് സ്ട്രോങ്ങിലാണ് ഒരു ലൈറ്റ് നമ്മുടെ ശരീരത്തെ അടിച്ചിട്ട് ആ കോശങ്ങളെ കത്തിച്ച് കളയാണ്, കരിച്ചു കളയാണ്. എന്ന് പറഞ്ഞാൽ ഇനി ആ പണി ചെയ്യണ്ട, ആ പണി ഇനി അവിടെ നീ കോശങ്ങളൊന്നും ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞ ചുരുക്കി പറഞ്ഞ അർത്ഥം, കൈക്കകത്തൊരു വ്രണം വന്നു, ആ വ്രണം കരിക്കല്ല ചെയ്യുന്നേ, ആ കൈയുടെ വിരളങ്ങ് മുറിച്ച് കളയുക എന്ന് വേണമെങ്കിൽ നമുക്കിതിന് ഡെഫിനിഷൻ കൊടുക്കാം. അപ്പോൾ കീമോ ചെയ്താലോ ഇത് എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കണമെന്ന് നിയമമുണ്ട്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ കുറെ നാളെ ആയുള്ള ഈ കീമോ വന്നിട്ട് അതിന് മുമ്പിട്ട് ഇവിടെ റേഡിയേഷനേ ഉള്ളായിരുന്നു. ഞാനതിന് എല്ലാ തെളിവുകളും നിങ്ങൾക്ക് നിരത്താം. RCCയിലെ ഡയറക്ടർ, അവിടുത്തെ RCCയുടെ ഹെഡ് പറയണു ഇന്ന് വരെ ക്യാൻസർ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. ക്യാൻസറിന് ബയോപ്സി ചെയ്യുന്നത് തന്നെ എന്തുവാ ബയോപ്സിയിൽ കണ്ടുപിടിക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. അവർ ചോദിക്കാം, ബയോപ്സി ചെയ്താൽ എന്താണെന്നറിയില്ല, കീമോ ചെയ്യുന്ന എന്തിനാണെന്നറിയില്ല, റേഡിയേഷൻ ചെയ്യുന്ന എന്തിനാണെന്നറിയില്ല. ഒരു കരിച്ചു കളയ അലോപ്പതിയെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, അലോപ്പതിയിൽ ഒരു രോഗത്തിനും മരുന്നില്ല എന്നും ക്യാൻസർ ഇന്നുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലെന്നും ക്യാൻസറിന്റെ രോഗത്തിന് മരുന്നില്ലെന്നും
സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. ട്യൂമർ, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ, ലുക്കീമിയ, ഈ രോഗങ്ങൾക്ക് രോഗം ചികിത്സിച്ച് ഭേദമാക്കാമെന്നോ ഭേദമാക്കിയിട്ടുണ്ടെന്നോ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് പോലും അവകാശപ്പെടാൻ പാടില്ല എന്നുള്ള സർക്കാർ നിയമം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഓരോ ഡോക്ടർമാർ പറയുന്നത് കീമോ ചെയ്താൽ രോഗം മാറും. ഇപ്പൊ തുടങ്ങിക്കോ. ഇവിടെ എഴുതി മേടിക്കുന്നത് എന്ത്? ഇത് പബ്ലിക്കിന് അറിയില്ല, സാധാരണക്കാരൻ അറിയാത്തൊരു ഹിസ്റ്ററിയാണിത്. അവരുടെ കയ്യിൽ നിന്ന് എന്താണ് സൈൻ ചെയ്ത് മേടിക്കുന്നത്? ആ സൈൻ ചെയ്ത് മേടിക്കുന്നത് ഒന്ന് മലയാളത്തിലാക്കിയും അത് പബ്ലിക്കിനൊന്ന് മനസ്സിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിന് തടുത്തു നിർത്താൻ പറ്റും. എന്നിട്ട് അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും, നമ്മൾ നാട്ടിൽ കാണുന്നുണ്ട്, ഓരോ ചാനലിൽ വന്നിട്ട് ക്യാൻസർ ഉണ്ടാവുമെന്ന് പറയുന്നത് ഡോക്ടർ തന്നെ. ഒരു മാസം കഴിഞ്ഞപ്പോൾ ക്യാൻസർ മാറിയെന്ന് പറയാൻ ഏത് അവകാശം, ഏത് നിയമത്തിന്റെ പുറത്താണ്, ഏത് തെളിവാണ് ഇവരുടെ കയ്യിലുള്ളത്? ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞതും ഒരാള്, ഇല്ലെന്ന് പറഞ്ഞതും ഒരാള്. മനസ്സിലായോ? കീമോ ചെയ്തിട്ട് ഒരു മാസം കഴിയുന്നതിന് മുമ്പിട്ട് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയണു ഇവന് ക്യാൻസർ ഞാൻ കീമോ ചെയ്ത് ക്യാൻസർ മാറി എന്ന് പറഞ്ഞു. അത് ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഇതിനൊക്കെ ജനം പ്രതികരിക്കോ? ഇവിടുത്തെ ആരോഗ്യ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഇവിടുത്തെ ആരോഗ്യ വകുപ്പോ ഇതിനെപ്പറ്റി ചിന്തിക്കാനോ പറയാനോ ഒന്നും? ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി ക്യാൻസർ ആശുപത്രി പണിയുന്നല്ലാതെ ആ ക്യാൻസർ വന്നതിന്റെ കാരണമോ വരുന്ന എങ്ങനെയാണെന്നോ ഇത് തിരക്കാൻ ഇവിടെ ആർക്കും ഒരു ഗവേഷണവും ഇല്ല, ഒന്നുമില്ല. പാവപ്പെട്ടവന്റെ എല്ലാം വീട് വിരിക്കാടോ വിറ്റുകൊണ്ട് എന്നിട്ട് 10-15 ലക്ഷം കൊടുത്ത് കീമോയും റേഡിയേഷനും കഴിഞ്ഞിട്ട് പൈസ തീർന്നു കഴിയുമ്പം ഞങ്ങളുടെയും കഴിഞ്ഞു പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലാതെ ആരുടെ മാറിയിട്ടുണ്ട്? ഇനി ഏറ്റവും വലിയ തമാശ, ഞാൻ ഗവേഷണം നടത്തി എന്റെ ഇത്രയും നാളത്തെ അനുഭവങ്ങളിൽ 17 വർഷത്തെ എന്റെ അനുഭവം പറഞ്ഞാൽ, കീമോ ചെയ്യുന്നവൻ ആരോഗ്യമുണ്ടെങ്കിൽ രോഗമില്ലാത്തവൻ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. രോഗമുള്ള ഒരു ഒറ്റ രോഗിയും കീമോ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല. ഇതാണ് ഏറ്റവും വലിയ എന്റെ കണ്ടെത്തല്. നല്ല ആരോഗ്യമുള്ളൊരുത്തിന്, അസുഖമില്ലാത്തവരുത്തിനെ വിളിച്ചിട്ട് നിനക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് അവനെ കീമോ ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെടാം. യഥാർത്ഥത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തവനും ആരോഗ്യമില്ലാത്തവന്റെ പുറത്ത് കീമോ ചെയ്താൽ രക്ഷപ്പെടില്ല. ഇന്ന് വരെയുള്ള അനുഭവം ആരിവിടെ കാണിച്ചിട്ടാ? ഇനി കീമോ ചെയ്ത ആൾക്കാർ രക്ഷപ്പെട്ടെന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട്. രക്ഷപ്പെടില്ല എന്ന് എഴുതി മേടിക്കും, രക്ഷപ്പെട്ടു എന്ന് പറയിക്കും. പിന്നെ അതേ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഡോക്ടർമാർ പറയുന്നതിന്റെ അർത്ഥം അവനെ നോക്കിക്കോണം, അവന് ഇങ്ങനൊരു രോഗമേ ഇല്ല, അവന് വിദ്യയോ മുഴയോ. ചില ആൾക്കാർക്ക് കൊഴുപ്പടിഞ്ഞുകൂടി ഞരമ്പുകളിനകത്ത് കൊഴുപ്പടിഞ്ഞുകൂടി കിടക്കുമ്പോൾ അതിനെ ആ കൊഴുപ്പിനെ തന്തയുടെ ശരീരത്ത് കൊഴുപ്പുണ്ടെങ്കിൽ മക്കളുടെ ശരീരത്തിൽ വരുന്ന ഒരുപാട് അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. അതിനെയും പിടിച്ചിട്ട് ക്യാൻസറാന്ന് പറഞ്ഞ് അവനെയും അങ്ങോട്ട് കീമോയും റേഡിയേഷനും. ഇതിന്റെ ഏറ്റവും വലിയ നമുക്കറിയാത്ത തമാശ, RCC പോലുള്ള വലിയ വലിയ ആശുപത്രിയിൽ കീമോ എഴുതിയിട്ട് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിനെ ഫോണിൽ കൂടി വിളിച്ചു പറയുന്നത് ആദ്യമായിട്ടാണ്. കാരണം എന്താണെന്നറിയോ? ഒരു ഡോക്ടറെ, ഗവൺമെന്റ് ഡോക്ടറെ അഞ്ഞനക്കല്ലിട്ട് നോക്കിയാൽ കാണാത്ത ഡോക്ടർ കീമോയ്ക്ക് എഴുതിയിട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് വൈകുന്നേരം എന്തിനാ രോഗികളെ വിളിച്ച് പറയണേ നാളെ നിന്റെ കീമോയാണ് വരണമെന്ന്? കാരണം അതിന്റെ അർത്ഥം ഈ ഓരോ കീമോ എഴുതുമ്പോൾ കമ്പനിക്കാരുടെ കമ്മീഷൻ 40% പോലും മേലോട്ടാണ്. ഒരു ഡോക്ടർ കീമോയ്ക്ക് മരുന്ന് എഴുതിയിടുമ്പോൾ അവർ കമ്മീഷൻ. ഇതൊക്കെ പോയി പബ്ലിക് ഒന്ന് ഇറങ്ങിയിട്ട് ഇതിന്റെ ഇടയിൽ പോയിട്ട് ഒന്ന് തിരക്കിറങ്ങാമെങ്കിൽ ഭയങ്കരമായ അതിശയങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ. അതേമാതിരി ഈ കീമോ ചെയ്യുന്നതിനകത്ത് ഒരുപാട് ഇതുണ്ട്. പിന്നെ എന്റെ മരുന്നിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് ചിലർക്ക് വെറും തമാശ, കാശടിച്ചു വേണ്ടി മേടിക്കാൻ വേണ്ടി മാത്രം മുടി പോലും കൊഴിയാത്ത ചില കീമോകളുണ്ട്. എന്റെ അടുത്ത് അത് പിന്നെയും കൊള്ളാം, കുഴപ്പമില്ല, അവൻ രക്ഷപ്പെട്ട്, അവന് കാശടിച്ചു പോയതേ ഉള്ളൂ, പക്ഷെ അവന്റെ ശരീരം പോയില്ല. ഇത് നമ്മൾ പഠിക്കണം. ഇത് എന്തിനാണ് കീമോ ചെയ്യുന്നത്? കീമോയുടെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ, ക്യാൻസറുള്ള കോശങ്ങളെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ, മൊത്തം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും കോശങ്ങളെ ഒരുപോലെ നശിപ്പിക്കുന്നു. അതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ആഹാരം കഴിച്ചാൽ സർവ്വ അവയവങ്ങളും കൂടെ വീതിച്ചെടുക്കുന്ന മാതിരി ഏതൊരു രോഗത്തിന് എന്തു മരുന്ന് കഴിച്ചാലും സർവ്വ അവയവങ്ങളും അത് സ്വീകരിക്കും. അപ്പം ഈ കീമോയ്ക്ക് വേണ്ടി ഒരവയവത്തെ നിങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ ശരീരത്തിന്റെ മൊത്തം അവയവങ്ങളെ കത്തിച്ച് കളയുകയാണ്. അതിനാണ് കീമോ എന്ന് പറയുന്നത്. ഈ കൺസൈൻമെന്റ് ഞാൻ ഉടമ്പടി എഴുതുന്നതാണ് അടുത്ത തമാശ. ഒരു രോഗി വരുമ്പോ രോഗിയെ കൊണ്ട് രോഗി പറഞ്ഞിട്ടാണ് ഞങ്ങൾ കീമോ ചെയ്തെന്ന് അവനെ കൊണ്ട് വരുത്തി തീർത്ത് അവനോട് പറയുന്നു, നീ പറ, എന്റെ ഇഷ്ടപ്രകാരമാണ്
കീമോ ചെയ്യുന്നതെന്ന് അവനെയും കൊണ്ട് അവന്റെ ബന്ധുക്കളെയും കൊണ്ട് പറയിപ്പിച്ച് എഴുതി മേടിപ്പിച്ചിട്ട് അവൻ അറിയാതെ സൈൻ ചെയ്ത് എഴുതി മേടിപ്പിച്ചിട്ടാണ് ഇവരകത്ത് വെച്ചിട്ട് കീമോ ചെയ്യുന്നത്. അതിൽ നിന്നും കൃത്യമായൊരു കാര്യം മനസ്സിലാവും. ഞാൻ മരിച്ചു വരെ പോയാൽ പോലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഒരു കേസും നിങ്ങളുടെ പുറത്ത് ചെയ്യത്തില്ല എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടാണ് കീമോ ചെയ്യുന്നതെന്നും ഞാൻ പറയുമ്പോൾ കീമോ നിർത്തിത്തരണമെന്നും രോഗിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. പറയിപ്പിച്ചിട്ട് സൈൻ ചെയ്ത് രോഗിയെ കൊണ്ട് പറയിപ്പിക്കുന്നതായിട്ട് എഴുതി മേടിച്ച് സൈൻ ചെയ്ത് മേടിച്ചിട്ടാണ് കീമോ ഒരു പാലിറ്റീവ് കെയർ ആണെന്നും കൂടെ അവനെ കൊണ്ട് പറയിപ്പിച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് രോഗം ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിനകത്താണ് നമ്മളെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നത്. ഇതിന് പ്രതികരിക്കാൻ ഈ നാട്ടിലെ ഒരു ആളുകളെയും ഒരു രാഷ്ട്രീയക്കാരനെയും ഒരു മത നേതാക്കന്മാരെയും ആരെയും കാണുന്നില്ല. ഒരു ചുംബന മത്സരം വന്നാൽ അതിന് പ്രതികരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും പത്രങ്ങളും ചാനലുകളും ഉണ്ട്. അത് കണ്ട് അടികൂടാനും അടിപിടിക്കാനും ആളുകളുണ്ട്. ഒരു ബാറിനകത്ത് ചാരായത്തിന് വില കൂട്ടിയാൽ, ചാരായത്തിന് വില ബാർ അടച്ചു പൂട്ടിയാൽ രാഷ്ട്രീയക്കാരൻ രംഗത്തിറങ്ങുന്നു, മത നേതാക്കന്മാർ രംഗത്തിറങ്ങുന്നു, എല്ലാവരും ഇറങ്ങുന്നു, ബുദ്ധിജീവികൾ മൊത്തം ഇറങ്ങുന്നു. സാധാരണക്കാരനായ വോട്ട് കൊടുക്കുന്ന നമ്മളെപ്പോലുള്ള കഴുതകള് ഇവൻ ഇതിനെപ്പറ്റി ഒന്നും ആർക്കും പറഞ്ഞു മനസ്സിലാക്കാനോ നമുക്കൊന്നും അറിയാനോ പാടില്ലാത്ത രീതിയിൽ നമ്മളെ ഏതോ ഒരു വിഡ്ഢിവേഷം കെട്ടിട്ട് നമ്മളെ കൊണ്ടു നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ ഇന്ന് നമ്മളൊന്ന് നിസാരമായി ആലോചിച്ച് നോക്കുന്നു. ഇവിടെ കുട്ടനാട്ട് താറാവ് ചത്ത് വീണപ്പോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ തിന്ന് കാണിച്ചു കൊടുത്തു. ഒരു കുഴപ്പമില്ല എന്ന്. എന്നാ ദാണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കാരെങ്കിലും. ഇത് ഈ കീമോയെ പറ്റിയോ അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഇത്രയും കച്ചവടം ഇവിടെ നടക്കുമ്പോൾ അതിനെപ്പറ്റി പ്രതികരിക്കാനോ ഒന്നിറങ്ങി സംസാരിക്കാനോ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ല, ഒരു മത നേതാക്കന്മാരും ഇല്ല. ഞങ്ങളെന്ന് പറയുന്ന കഴുതകള് ഇനി എന്ത് ചെയ്യണം ഇവിടുന്ന് രക്ഷപ്പെടാൻ? ഒന്നുകിൽ ഇത് പിന്നെ മൊൻസാന്റോയും ബിൽഗേറ്റ്സും റോക്കഫെല്ലറും പറയുന്ന പോലെ ഇവിടെ ജനസംഖ്യ കൂടുതലാണെങ്കിൽ എല്ലാവർക്കും വിളിച്ചു വിറ്റ് ഓരോരുത്തർക്ക് കുറച്ച് വിഷം മേടിച്ചു കൊടുത്തിട്ട് ഒരു സൈഡ് മുതൽ കൊന്നു തീർക്ക്. അതായിരിക്കും ഇഞ്ചിഞ്ചായി അവന്റെ പണവും അവന്റെ സമ്പത്തും മൊത്തം നശിപ്പിച്ച് എഴുതി വിറ്റ് കുത്തക മുതലാളിമാർക്കും മാഫിയ സംഘങ്ങൾക്കും കൊടുക്കാതെ ഒന്നുകിൽ കുറെ പേരെ കൊന്നുകളാം. ഇപ്പം മൊൻസാന്റോ ബിൽഗേറ്റ്സ് പറഞ്ഞല്ലോ, മൊൻസാന്റോ പറഞ്ഞല്ലോ 714 കോടി ജനത്തിനെ 2025 ആവുമ്പോൾ 100 കോടിയാക്കി മാറ്റാൻ അവൻ നടക്കുന്ന പ്രൊജക്റ്റിനകത്താണോ ഇതിനെയും പെടുത്തിയിരിക്കണേ? എറണാകുളത്ത് ഇപ്പൊ പുതിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് വരാൻ പോണു. 2000 കോടി രൂപയ്ക്ക് ഗവൺമെന്റും 2500 കോടിക്ക് പ്രൈവറ്റുകാരനും ഇത്ര ആശുപത്രിയുടെ പൊങ്ങി ഹൈടെക് കൊലപാതകം നടത്തണോ? അതോ ഈ രോഗം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അതൊന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കാരണമെന്നും മാർക്കറ്റിലൊന്ന് എനി ചിന്തിക്കാനോ പറ്റാതെ നമ്മുടെ ശ്രീനിവാസം സാർ പറഞ്ഞതുപോലെ, നടൻ ശ്രീനിവാസം പറഞ്ഞതുപോലെ ഇവിടെ പിന്നെ പച്ചക്കറിക്കകത്തും അരിക്കകത്തും എല്ലാം വിഷം കയറ്റുമ്പോൾ അവന് കൊലക്കുറ്റത്തിന് സമാധാനം പറയാമെങ്കിൽ അവന് കൊലപാതകത്തിന് സമാധാനം, അവന് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ട് അവനെ വിചാരണ ചെയ്യാമെങ്കിൽ ഒരു പരിധി വരെ ഇതെല്ലാം മാറും. തിന്നുന്ന ആഹാരങ്ങൾ മൊത്തവും ഈ തരത്തിലുള്ള കൊള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും മനുഷ്യൻ ഇഞ്ചിഞ്ചുമായി കൊല്ലുന്ന ഇതിന്റെ ഇടയിലും ഈ രണ്ട് കാര്യത്തിനെതിരെ, ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഈ മായം ചേർക്കുന്നതിനെ പറ്റിയിട്ടും സംസാരിക്കാൻ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങള് ഇനിയെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ നമ്മളെ നന്നാക്കാൻ ഇവിടെ ഒരു ഒറ്റ ഒരുത്തരും ഉണ്ടാവില്ല. പോളിയോ മരുന്ന് കൊടുത്ത് അതിനകത്ത് ബിൽഗേറ്റ്സ് ഓപ്പണായിട്ട് പറഞ്ഞു 20% ആൾക്കാര് 15 മുതൽ 20% 5 കൊല്ലം റെഗുലറായിട്ട് പോളിയോ എടുത്തു കഴിഞ്ഞാൽ ജനസംഖ്യ കുറച്ചു തരാമെന്ന് 15 മുതൽ 20 വരെ. അവൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെടുന്നത് ആഫ്രിക്കയിലെ കുട്ടികളെ എടുത്ത് കാണിച്ചിട്ട് ബിൽഗേറ്റ്സ് പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അവൻ പറഞ്ഞത് ഈ അണ്ടനും അടകൂടനെയൊക്കെ എന്തിനാ വെച്ചേക്കുന്നേ, ഇതൊക്കെ നമ്മുടെ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് പോന്നു, അതുകൊണ്ട് ജനസംഖ്യ കുറയ്ക്കണം. അതിന് ഒരുത്തരും പ്രതികരിക്കാനില്ല. ഒബാമ മാപ്പ് പറഞ്ഞു നമ്മുടെ റൂബില്ല കൊടുത്തതിന്, ആരും പ്രതികരിക്കാനില്ല. ചുംബന മത്സരത്തിന് പ്രതികരിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. സകല രാഷ്ട്രീയക്കാരും ഉണ്ട്, സകല മത നേതാക്കന്മാരും ഉണ്ട്, സകല ആരോഗ്യ വകുപ്പും ഉണ്ട്, ഒരു സകല പിന്നെ നിയമപാലകരും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള അടുത്ത ഈ വരാൻ പോകുന്ന തലമുറയെ രക്ഷിക്കാൻ ഇവിടെ ആരുണ്ട്? ഇവിടെ ഇനിയെങ്കിലും സാധാരണക്കാരായ ജനങ്ങള് പ്രതികരിച്ചില്ലെങ്കിൽ അടുത്ത നമ്മുടെ മക്കളെ ഈ മാഫിയ സംഘങ്ങള്, ഇപ്പൊ അറിയാമല്ലോ എല്ലാവർക്കും, ലോകം മൊത്തം ഒരു UN അണ്ടറിൽ വരാൻ പോവാണ്. ഒരു പ്രസിഡന്റ് ഒരു പ്രധാനമന്ത്രിയായി അതിന് വരെ നമ്മൾ സൈനിട്ട് കൊടുത്തേച്ചിരിക്കുക. അപ്പോ നമ്മളെ രക്ഷിക്കാൻ ഇനി ഒന്നേ വഴിയുള്ളൂ. എല്ലാവരും സ്വയം നന്നാകുക, സ്വയം തിരിച്ചറിയുക. എന്താണ് രോഗം, എന്താണ് ആരോഗ്യം, എന്താണ് ക്യാൻസർ,
എന്താണ് കീമോ, എന്താണ് റേഡിയേഷൻ, ഇങ്ങനെയുള്ള മരുന്നിനെ പറ്റി നീ എന്താണോ അകത്തോട്ട് കഴിക്കുന്നേ, ആ കഴിക്കുന്ന ആഹാരം മരുന്നും എന്തായാലും ഒരവയവം ഒറ്റയ്ക്കല്ല എടുക്കുന്നതെന്നും എല്ലാ അവയവങ്ങളും കൂട്ടായി മാത്രമേ ഒരാഹാരം കഴിക്കുമ്പോൾ എടുക്കുന്ന മാതിരി ഏത് മരുന്നും ഏത് കെമിക്കലും നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മാത്രമേ എടുക്കുള്ളൂ. ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ആരോഗ്യങ്ങളും കളയ മാത്രമല്ല, നമ്മളെ എല്ലാം മാരക രോഗം പിടിപ്പിച്ച് കാശെല്ലാം ഊറ്റിക്കൊണ്ടുപോയി നമ്മളെ കൊല ചെയ്തു തരുന്ന ഇതിന് എതിരായി കേരളത്തിലെയും ഭാരതത്തിലെയും മൊത്തം ജനം, ഭാരതത്തിലെ മൊത്തം ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രതികരിക്കാത്തത് അറിവില്ലായ്മ കൊണ്ടാണോ, അതോ പേടിച്ചിട്ടാണോ, അതോ ഈ ചക്രവ്യൂഹത്തിനകത്ത് കുടുങ്ങിപ്പോയോ, അതോ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ ഓരോരുത്തർ ഇറങ്ങി മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം ഇനി ഇവിടെ കിടന്ന് തെണ്ടുന്നതും ആരോഗ്യം നരയിക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. കിടക്കാടം പോലും വിറ്റുകൊണ്ട് തന്റെ ശുശ്രൂഷിക്കാൻ മക്കള് ഇരിക്കാടം വരെ വിറ്റുകൊണ്ട് നടക്കണോ? ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ അമ്മയും അച്ഛനെയും രക്ഷിക്കാൻ നമ്മൾ ഇറങ്ങും. അപ്പോഴാണ് ലാസ്റ്റ് അവൻ എന്ത് ചെയ്യാൻ പോകുന്നു, അവൻ ഭിക്ഷ എടുക്കണോ? ഇതെന്താ ഈ നടക്കണേ? ആരുടെ കുത്തകയ്ക്കകത്താണ് കൊണ്ടുപോകുന്നത്? ഇവിടെ ഉണ്ടാകുന്ന ഓരോ മരുന്നിന്റെയും ഒരു വേണ്ടാന്നേ പുതിയ ഒരു ആന്റിബയോട്ടിക് കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്താൽ അതിന്റെ 40% തായ്പ് കൊണ്ടുപോകാന്നുള്ള കാര്യവും മറക്കരുത്. കോലഴിയില് ഞാനൊരു വായനശാലയെ ക്ലാസ്സിന് പോയപ്പോ അവിടെ കാണികളുടെ കൂട്ടത്തിൽ ഞാനും ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം ഞാന് അമല ക്യാൻസർ സെന്ററിലെ 3 ഓങ്കോളജിസ്റ്റും ഞാനും കൂടെ നടത്തിയ ഒരു വാദപ്രതിവാദത്തില് ക്യാൻസറിന് കീമോ ചെയ്യുന്നത് രോഗി പറഞ്ഞിട്ടാണ്, രോഗിയുടെ ബന്ധുക്കളും പറഞ്ഞിട്ടേ ഞങ്ങൾ ചെയ്യുള്ളൂ, ഞങ്ങൾ ആരോടും കീമോ ചെയ്യാൻ പറയില്ല എന്ന് പറയുന്ന ഒരു വാചകം കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇവരെ കൺസേൺമെന്റ് മാത്രമല്ല, ഇവരുടെ ഉടമ്പടി മാത്രമല്ല, അവർ വാക്കാൽ പറയുന്നതും അത് ചെയ്യുന്ന ഡോക്ടർക്ക് പോലും ഇതറിയാം, ഇത് രോഗിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കണമെന്ന്. എല്ലാ ആശുപത്രിയിലും RCCയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എപ്രകാരമാണ് RCCയിൽ സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ, CT സ്കാൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകാം. CT സ്കാൻ എടുക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാകാമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ അത് ചെയ്താൽ ഇത്ര ദോഷങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ കിഡ്നി പോകും, കരൾ പോകും, എല്ലാം ഒരു സ്കാൻ പോലും എടുക്കുമ്പോൾ എഴുതി വെക്കുന്ന നമ്മുടെ സമ്പ്രദായത്തിനകത്ത് എന്തുകൊണ്ട് ഇത് ജനത്തിനെ പറഞ്ഞു മനസ്സിലാക്കുന്നില്ല? ഇത് ജനത്തിന് അറിവുണ്ട്. അപ്പൊ എപ്രകാരമാണ് ഒരു പുസ്തകം നമ്മളെ കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കുമ്പോൾ ആ പുസ്തകം ഉണ്ടാക്കിയ ആളിന്, സയന്റിസ്റ്റുകൾക്കും അതുണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റിനും ഇത് ഇത് കുട്ടികൾക്കോ അധ്യാപകർക്കോ മനസ്സിലാകരുത് എന്നുള്ള വ്യക്തമായ അജണ്ടയോടുകൂടി എങ്ങനെയാണ് പുസ്തകം ഇറക്കുന്നത്, അതേമാതിരി ഈ നിയമങ്ങളെല്ലാം പാസ്സാക്കിയിട്ട് അവർ വ്യക്തമായ അവർക്കൊരു ധാരണയുണ്ട്, ഇത് രോഗികൾ അറിയരുത് എന്നൊരു വ്യക്തമായ ധാരണയുണ്ട്. ഇതാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇത് ആർക്ക് വേണ്ടി, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഒരു വിഭാഗം മാഫിയകൾക്ക് വേണ്ടി, ഒരു വിഭാഗം കച്ചവടക്കാരന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഭരണ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്കിതേ കിട്ടുള്ളൂ. ജനം പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇറങ്ങി വാ പുറത്ത്. എന്താണ് നിന്റെ രോഗം, എന്താണ് ചികിത്സാ സമ്പ്രദായം, ഇതെല്ലാം നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. നമുക്ക് അവകാശം പേപ്പറിൽ മാത്രം ഒതുക്കിയോ കോടതിയിൽ മാത്രം ഒതുക്കിയിട്ടോ കാര്യമില്ല. പുറത്തേക്ക് ഇറങ്ങി വാ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഏതെല്ലാം ഡോക്ടർമാര്, ഓങ്കോളജിസ്റ്റുകള് അവരുടെ ബന്ധുക്കളുടെ പുറത്ത് എത്ര കീമോ ചെയ്യുന്നു, എത്ര റേഡിയേഷൻ നടത്തുന്നു, അവരെല്ലാം വൈദ്യന്റെ പുറയിൽ എന്തിനോടുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. കേരളത്തിലുള്ള മിക്കവാറുള്ള വൈദ്യന്മാരുടെ എല്ലായിടത്തും കയറി ഇറങ്ങുന്നത് അലോപ്പതി ഡോക്ടർമാരും ഈ ഓങ്കോളജിസ്റ്റുകളുമാണ്. എത്ര പേരെ വേണേലും തെളിവ് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പെട്രോളിന് വില കൂട്ടുമ്പോ 10 പൈസ വില കൂട്ടിയാൽ ഇവിടെ സമരം, ഹർത്താല്, അടിച്ചുപൊളി, ബസ് അടിച്ചുപൊളി അതെല്ലാം നടത്തുന്ന ആൾക്കാര് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നമ്മുടെ ജീവിതം കൊണ്ട് ബന്ധാടുമ്പോ അതിനെതിരെ പ്രതികരിക്കാത്തത്? യവന്റെ വിവരം പോലും ഇതിന്റെ വിവരം ഇല്ലാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ ഇവര് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോന്നു, അല്ലെ എന്താണ് നടക്കാൻ പോന്നതെന്ന് ഒറ്റ ഒരു കാരണം പറഞ്ഞാൽ മതി. ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മുട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെച്ച് അതിനുശേഷം പുള്ളി ഇന്ന് വരെ എന്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും തിരക്കിയോ?
ഇന്ന് പുള്ളി വീൽ ചെയറിലിരിക്കുന്നു. അതേപോലെ ഈ നമ്മളെ മുട്ടുകളെല്ലാം ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെച്ച് ഏതാണ്ട് എത്ര എണ്ണം നടക്കുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരെണ്ണം ഇന്നലെ വന്നൊരാള് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം പിന്നെ അവർ ഇന്നുവരെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ രോഗികളുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും സഹോദരങ്ങൾക്കും മനസ്സിലായില്ലെങ്കിൽ രോഗിക്കൊരു മെസ്സേജ്: നീ കീമോ ചെയ്യാനായിട്ട് നിന്നെ കൊണ്ടുപോകുമെന്ന് ധരിക്കുമ്പോൾ മിനിമം ഒരു 10 പേരെ കീമോ ചെയ്തവരെ കണ്ടുപോക്കുക. അവരുടെ അവസ്ഥ എന്താണ്? ഒരു കൊല്ലത്തിന് മുമ്പിട്ട് കീമോ ചെയ്ത 10 പേരുടെ വീട്ടുകളിൽ പോയി സന്ദർശനം നടത്തുക. അപ്പോൾ മനസ്സിലാവും നിന്നെ കൊണ്ടുപോകുന്നത് കൊല്ലാനാണ്. കീമോ ചെയ്ത് നിന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് എഴുതി മേടിച്ചിട്ട് നീ അവരൊരു ഒറ്റ കാര്യം ചെയ്യണം. അവരെ ഉടമ്പടി സൈൻ ചെയ്യുമ്പോൾ ആ പേപ്പർ നിന്നെ ഒന്ന് കാണിക്കാൻ പറയണം. അതിനകത്ത് എന്തൊക്കെ എഴുതിയിരിക്കുന്നു വെച്ചാൽ നീ ചത്തുപോയാലും ശരി ഞങ്ങൾ നിങ്ങളോട് പ്രതികരിക്കില്ല എന്നും ഞങ്ങളൊന്നും മിണ്ടത്തേ ഇല്ലെന്നും. അതുകൊണ്ട് ദയവ് ചെയ്ത് രോഗികൾ ആംബുലൻസിലാണോ കൊണ്ടുപോണേ, ബസ്സിലാണോ കൊണ്ടുപോകുന്നേ, കാറിനകത്താണോ കൊണ്ടുപോകുന്നെങ്കിൽ എവിടെങ്കിലും വെച്ച് നിർത്തുമ്പോൾ ഇറങ്ങി ഓടിക്കോളുക. അതേ വഴിയുള്ളൂ. അപ്പോ നിന്റെ പോയി എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്. കാരണം അവിടെ ചെന്നാൽ കാശും പിടിച്ചു പറിക്കും, രൂപവും മാറ്റി മുട്ടയടിച്ച് ശരീരത്തെ മൊത്തം രോമവും പോയി എല്ലും തൊലിയായി കരിഞ്ഞ് നിനക്ക് ജീവിക്കണോ അതോ ഉള്ള 10 ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കണോ? ഏതാ നീയാണ് തീരുമാനിക്കേണ്ടുന്നത്. ഏതായാലും ജനിച്ചാൽ മരിക്കും. അത് ആദ്യമേ 10 ദിവസം നമ്മളെല്ലാം റിട്ടേൺ ടിക്കറ്റ് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നീ ആദ്യം ചിന്തിക്കുക. രോഗികളോട് കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ദിവസം ഫിക്സ് ആണ്. അത് ആർക്കും തടുക്കാൻ പറ്റില്ല. അത് ഇനി അതിനപ്പുറം അതിലും വലിയൊരു ദൈവമാണ് വെളിയിൽ ഇരിക്കുന്നേ. ഈ കശാപ്പുകാരനെങ്കിൽ നീ ഇറങ്ങി ഓടിക്കൂ. ജീവിക്കാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓടിക്കൂ, ഇറങ്ങി. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇതിനുള്ള അവസാനത്തെ വഴി. ഇതിനും നിനക്ക് പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ പോയി ചാവി. ഇതിനെതിരെ എന്റെ പ്രേക്ഷകര്, എന്നെ കണ്ടുകൊണ്ടിരുന്ന ഇത്രയും നാൾ കൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ട എന്റെ പ്രേക്ഷകരും ഇനി കാണാനുള്ള ആൾക്കാരും പ്രതികരിച്ചില്ലെങ്കിൽ ഒരാഴ്ച വരെ ഞാൻ നോക്കും. അതിനുശേഷം എന്നെ പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലോ എൻ്റെ ക്ലിപ്പുകളോ എൻ്റെ ഇതോ ഒന്നും നിങ്ങൾ ഇനി കാണില്ല. കാരണം ഇത്രയും വലിയൊരു കാര്യം എടുത്തിട്ടിട്ട് ഇത് പ്രതികരിക്കാനോ ഇതൊരു ചർച്ചാ വിഷയമാക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനപ്പം ഇത് ലൈക്ക് അടിക്കാൻ വേണ്ടി ഒരു സാധനം? എനിക്ക് ആരുടെ ലൈക്കും വേണ്ട, ഒന്നും വേണ്ട. പ്രതികരിക്കും. ഈ ഇന്ത്യയെ രക്ഷിക്കൂ. ഈ ഇന്ത്യയിലുള്ള ഈ രോഗമില്ലാത്ത രോഗികളെ പിടിച്ച് രോഗമുണ്ടാക്കിയെടുക്കുന്ന ഈ സമ്പ്രദായത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങളെ കൊണ്ട് എനിക്ക് പ്രതികരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരുന്നു. അതിനകത്ത് വെച്ച് പ്രതികരിച്ച് ഇത് എല്ലാം അറിയിക്കേണ്ട ഗവൺമെന്റിന്റെയും അധികാരികളെയും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ആരോഗ്യ വകുപ്പിനും സകല എണ്ണത്തിനും ഇത് ഇളക്കണം. ചാനലുകളും പത്രങ്ങളും മാധ്യമങ്ങളും ഇവരോടെല്ലാം പറയാ, നിങ്ങളുടെ പരസ്യം കാണാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇരിക്കണേ, ഞങ്ങളുടെ വിഷയം ചർച്ച ചെയ്യണം. നിങ്ങൾ ചാനലിനകത്തും പത്രത്തിനകത്തും അതിനുള്ള ധർമ്മം നിങ്ങൾക്കുണ്ട്. അവരോടും വിളിച്ചു പറ, നിങ്ങൾ ഞങ്ങളുടെ ഈ വിഷയം പത്രത്തിലിട്ടിട്ട് ഇത് കല്ലും നെല്ലും തെളിയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പത്രങ്ങളും നിങ്ങളുടെ ചാനലുകളും ഇനി മേലാ ഞങ്ങൾ കാണില്ല എന്നുള്ള ഒരു വാശിയും കൂടെ പിടിച്ചാൽ പൊതുജനത്തിന്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇതാണ് എൻ്റെ അവസാനത്തെ ഭാഷ.